രാവിലെ ഒരു 10 മണിയായി കാണും. നിങ്ങൾ എഴുന്നേക്കാൻ പറഞ്ഞതല്ല, രാവിലെ ഒരു 10 മണിയായി കാണുമായിരിക്കേ. സഭയ്ക്കകത്ത് മുഴുവൻ പാമ്പെന്ന് പറഞ്ഞാൽ അന്യായ പാമ്പ്. സ്വതന്ത്രം. ഈ പാമ്പെല്ലാം കൂടെ സഭയ്ക്കകത്ത് കടന്ന് കാണിക്കുന്ന പരിപാടി കണ്ടിട്ട് ആ സഭയ്ക്കകത്തുണ്ടായിരുന്ന ലീഡറും ഞെട്ടി, വന്നവരും ഞെട്ടി, കാഴ്ചക്കാരും ഞെട്ടി. എല്ലാം ഒറിജിനൽ പാമ്പ് തന്നെയാണ്. പാമ്പ് ഒറിജിനൽ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. പക്ഷെ നിമിഷ നേരം കൊണ്ട്, ഇതിനു മുമ്പ് ആ സഭയ്ക്കകത്ത് പാമ്പില്ലായിരുന്നു, പക്ഷേ ആ പാമ്പ് പലരുടെ ആൾക്കാരുടെ കയ്യിലായിരുന്നു. ആ പാമ്പുകളെല്ലാം കൂടെ ഒരു സുപ്രഭാതത്തിൽ സഭയ്ക്കകത്ത് വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്തോത്രം ഈ ഞെട്ടിക്കുന്നൊരു കാഴ്ച അവിടെ ഉണ്ടായത്. ഈ അഹരോന്റെ വടി പാമ്പായി ഇങ്ങനെ നിൽക്കുക. ആ വടി ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് മറ്റുള്ള പാമ്പെല്ലാം ചർച്ചിനകത്തുണ്ട്. ആ സംഘത്തിൽ, ആ സഭയിൽ, ആ ഒരു കോറിഡോറിനകത്ത്, ആ ദർബാർ ഹാളിൽ എല്ലാ പാമ്പുകളും അതിലെല്ലാം പാഞ്ഞ് നടപ്പുണ്ട്. പക്ഷേ ഒരു പാമ്പ്, അത് അഹരോന്റെ വടിയാ. ആ പാമ്പ്, മറ്റേതെല്ലാം മന്ത്രവാദികളുടെയും ആൾക്കാരുടെയൊക്കെ പാമ്പാണ്. ആ പാമ്പുകളൊക്കെ ഇങ്ങനെ അഹരോന്റെ വടിയായിരുന്ന ആ പാമ്പിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരിക അല്ലേ. നമ്മൾ പ്രസംഗിച്ച് മോശയുടെ വടിയാക്കിയേ, അത് പോട്ടെ. മോശയുടെ വടിയല്ല, അഹരോന്റെ വടിയാണ് അവിടെ പാമ്പായത് കേട്ടോ. അത് നമ്മൾ പണ്ട് തൊട്ടേ പ്രസംഗിച്ച് കേട്ട് അങ്ങനെ ആയിപ്പോയതാ. അഹരോനാ വടിയിട്ടത്. ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കും, നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ അല്ലേ. 7-ാം അധ്യായം പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, 9-ാം വാക്യം വരെ ഞാൻ വായിക്കാം. യഹോവ മോശയോടും അഹരോനോടും വിടും, ഫറവോൻ നിങ്ങളോട് ഒരു അത്ഭുതം കാണിപ്പീൻ എന്ന് പറഞ്ഞാൽ നീ അഹരോനോട് നിന്റെ വടിയെടുത്ത് ഫറവോന്റെ മുമ്പാകെ നിരത്തിടുക എന്ന് പറയണം. അതൊരു സർപ്പമായി തീരുമെന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശയും അഹരോനും ഫറവോന്റെ അടുക്ക് ചെന്നു. യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. അഹരോൻ തന്റെ വടി ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മുമ്പാകെ നിലത്തിട്ടു. അത് സർപ്പമായി തീർന്നു. കൺഫ്യൂഷൻ മാറിയല്ലോ. സ്തോത്രം. അപ്പൊ ഈ പ്രസംഗരാണ് മോശയുടെ വടി എന്നൊക്കെ പറഞ്ഞതിന് ഒരു വൈബ്രേഷനൊക്കെ ഇടുമ്പോൾ നമ്മൾ പിന്നെ വൈബ്രേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബൈബിളിലോട്ട് നോക്കിയല്ല, ആ വൈബ്രേഷൻ്റെ പുറകെ പോവാ. കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യം. ഇനി മോശയുടെ വടിയാണെങ്കിലും കേട്ടോ, ആ പാമ്പാകും, അത് പേടിക്കൊന്നും വേണ്ട. പക്ഷേ ഇവിടെ നമുക്ക് ബൈബിൾ ഉള്ളത് പറഞ്ഞാൽ മതിയല്ലോ. സ്തോത്രം. അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം. എന്തായാലും ഈ വടി അവിടെ ആ ദർബാർ ഹാളിൽ കിടന്ന എല്ലാവരുടെയും വടിയെ വിഴുങ്ങി. സ്തോത്രം. ഈ മോശയുടെ വടി എല്ലാവരുടെയും വടിയെ വിഴുങ്ങിക്കഴിഞ്ഞപ്പം അതിനൊരു അതിന് വണ്ണം കൂടുകയൊന്നും ചെയ്തില്ല കേട്ടോ. നമ്മൾ പെട്ടെന്ന് ചിന്തിക്കട്ടോ, ഇത്രയും വടി വിഴുങ്ങിയപ്പോഴത്തേക്ക്, ഇത്രയും പാമ്പിനെ വിഴുങ്ങിയപ്പോൾ പാമ്പിന് ഇച്ചിരി വണ്ണം വെക്കേണ്ടതാണല്ലോ. ഇല്ലില്ല, ഒരു വണ്ണം വെക്കുകയില്ല. ഒരാത്മശക്തിയുടെ പ്രദർശനമാണ് അവിടെ കണ്ടത്. പ്രദർശനമാണ്. സ്തോത്രം. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, അവർക്ക് വലിയ വണ്ണവും വയറൊക്കെ ഉണ്ടെങ്കിലാണ് ഒരു ആത്മശക്തി ഉണ്ടെന്നാണ് നിങ്ങളുടെ ധാരണ. അതൊന്നുമില്ല, അത് വെറും ബലൂണാണ്. എന്നാൽ ചില ആൾക്കാരുണ്ട്, ബോധിച്ച് എല്ലും തോലുമായി. അതൊക്കെ ഉണ്ടല്ലോ അഹരോന്റെ വടികളാണ്. അതിൻ്റെ ഒന്നും മുമ്പിൽ ഒരു പാമ്പിൻ്റെ ഒരു കളി നടക്കിയല്ല. സ്തോത്രം. അതൊന്നും ഒരു സഭയ്ക്കകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആമേൻ, അത് ചെന്ന് കയറുമ്പോഴേ പാമ്പുകൾ അനങ്ങാൻ തുടങ്ങും അല്ലേ. ചില പാമ്പുകളാണ് ചില സഭയ്ക്കകത്ത് 90% പാമ്പാ ഇപ്പോൾ സഭയ്ക്കകത്ത്. അതിനകത്ത് 10 ഉള്ളൂ ഒറിജിനൽ വടിയായിട്ടുള്ളത്. ആമേൻ. അഹരോന്റെ വടിയായിട്ട് 10 ഉള്ളൂ അവിടെ. ബാക്കി 90 പാമ്പാ ഇല്ലേ. ചില സഭകൾ സ്തോത്രം സ്നേക്ക് പാർക്കായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. സ്തോത്രം. കാരണം ജീവിത വിശുദ്ധി ഒന്നുമില്ല. എങ്ങനെ വേണം മെഗ ഇല്ലേ, മെഗ. ഇപ്പൊ എല്ലാം മെഗയാണല്ലോ. മെഗ നല്ലതാ കേട്ടോ. പക്ഷേ ഈ മെഗയിൽ 20,000 30,000 ആളുകൾ ആരാധനയ്ക്ക് വരുന്നുണ്ടെങ്കിലും അതിനകത്തൊരു 27,999 എണ്ണവും പാമ്പാ, അന്യായ പാമ്പുകളാ. കാരണം ജീവിത വിശുദ്ധിയില്ല. എല്ലാ ഏടാകൂടത്തിൻ്റെ അകത്ത് തലവെക്കും. എന്നിട്ടോ പലിശയ്ക്ക് പണം കൊടുക്കും എന്ന് വേണ്ട എന്നെല്ലാം കാണിക്കാൻ പറ്റുമോ. വെള്ളം അടിക്കുന്നവര്, വീടി വലിക്കുന്നവര്, ആമേൻ, സകല ദുഷ്പ്രവൃത്തിയും ചെയ്യുന്നവര് ഞായറാഴ്ച മെഗായിലോട്ട് വരും.
മെഗായിൽ മാത്രമല്ല, ചെറുതിലും അതും വ്യത്യാസമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, 50 പേരുള്ള സഭയ്ക്കകത്ത് 45 എണ്ണവും പാമ്പാണെങ്കിൽ ആ പാസ്റ്റിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്തോത്രം. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് യോഹന്നാൻ സർപ്പസന്തതികളെ എന്ന് ഒരു വിളി വിളിച്ചിട്ടുണ്ടല്ലേ. ആമേൻ. വേറൊന്നും കൊണ്ടല്ല, എങ്ങനെ വിളിക്കാതിരിക്കും. സ്തോത്രം. ആമേൻ. എന്നാൽ ഒറ്റ വടി ആ സഭയ്ക്കകത്തുണ്ടെങ്കിൽ, അത് അഭിഷേകത്തിന്റെ വടിയായ ഒറ്റ വ്യക്തിയാണെങ്കിൽ, ഈ സകല പാമ്പും ആവാനൊറ്റ ഒരു നിമിത്തം ആ സഭയിൽ നിന്ന് മാറും. അത് മൊത്തം മാനസാന്തരത്തിലേക്ക് നയിക്കും. കാരണം ഈ ഒരു വടിയുടെ കണ്ണുനീര്, പ്രാർത്ഥന, ആത്മതപനം, ഉപവാസം, അതാണ് സഭയുടെ വിടുതലായി മാറുന്നത്. ഈ രാവിലെ സമയം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നതാണ് ആഗ്രഹിക്കുന്നെങ്കിലും ചില സന്ദർഭത്തിൽ പാമ്പായി പോവുകയാണോ? സ്തോത്രം. സർപ്പമായി മാറുകയാണോ? ആമേൻ. ഈ സർപ്പത്തിന്റെ പ്രത്യേകത ഉണ്ട്, അത് എഴുന്നേറ്റ് നിൽക്കുമെന്നാ പറയുന്നത്. ഇങ്ങനെ പത്തി പിടിച്ചിങ്ങനെ നിൽക്കും എന്നാ പറയുന്നത്. ആർക്ക് നേരെയാ? പാസ്റ്റർക്ക് നേരെ, വിശ്വാസിക്ക് നേരെ, കമ്മിറ്റിക്കാരുടെ നേരെ, സെക്രട്ടറിക്ക് നേരെ, ആമേൻ, നേതൃത്വത്തിന് നേരെ. അതൊക്കെ പാമ്പാട്ടോ, അതെല്ലാം പാമ്പാ. അതുകൊണ്ട് പാമ്പിന്റെ പണി ആണ് ഇത് ഇങ്ങനെയുള്ള. പക്ഷെ വിഴുങ്ങാൻ പറ്റുന്ന, അതെല്ലാം ഒന്ന് വിഴുങ്ങാൻ, അതിനെയൊക്കെ ഒന്ന് ഒതുക്കാൻ പറ്റുന്നത് ആത്മീയർക്ക് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു 10 വടി ഒരു 10 സഭയിലെത്തട്ടെ. അതായിരുന്നു രാവിലെ എൻ്റെ ചിന്ത. സ്തോത്രം. ഇനി ഞാൻ നിങ്ങളോട് ചോദ്യം, നിങ്ങൾ പാമ്പാണോ അതോ അഭിഷേകമുള്ള അഹരോന്റെ വടിയാണോ? സ്തോത്രം. രാവിലെ നിങ്ങളെ തന്നെ പരിശോധിക്കാം. അതുകൊണ്ട് നിങ്ങൾ പാമ്പാകരുത്, നിങ്ങൾ അഭിഷേകമുള്ള ഒരു അഹരോന്റെ വടിയായി മാറണം. പറ്റുമോ? നിങ്ങൾ വടിയായി മാറാനല്ല ഞാൻ പറഞ്ഞത്. ഫറവോന്റെ ദർബാറുകളിൽ വീണ അഹരോന്റെ അഭിഷേകമുള്ള വടിയായി നിങ്ങൾ മാറിയാൽ തീർച്ചയായിട്ടും ദൈവത്തിന് പ്രയോജനമാകും. ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പോവാം. കണ്ണടച്ചോ. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ പുത്രൻ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരികയാണ്. ഈ പരിപാടിയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പലപ്പോഴും ഞങ്ങൾ ദർബാർ ഹാളിലെ ആമേൻ സ്തോത്രം പ്രയോജനമില്ലാത്ത കുറെ വടികളായിട്ട് മാറിക്കൊണ്ടിരിക്കുക. എന്നാൽ ഇന്ന് ഞങ്ങളിലൂടെ ഒരു ദൈവശക്തി കടന്നു ചെന്ന് സാത്താന്റെ സകലതന്ത്രത്തെയും വിഴുങ്ങുവാൻ കഴിയുന്ന അഭിഷേകത്തിന്റെ ശക്തി ഞങ്ങൾ മേൽ വ്യാപരിച്ച് ചില ഇടങ്ങളിൽ പ്രയോജനപ്പെടേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുവാൻ ഞങ്ങളെ തന്നെ ഒരുക്കി കാത്തിരിക്കുകയാണ്. കർത്താവെ, ഞങ്ങളെ ഉപയോഗിക്കണമേ. യൂസസ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗാഡ്. കർത്താവെ, നിന്റെ നാമമഹത്വത്തിനായി ഞങ്ങളെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഈ പ്രിയപ്പെട്ടവരെ ഉപയോഗിക്കണമേ. അവരുടെ സഭയിൽ എല്ലാ ദൈവമക്കളും അഭിഷേകം പ്രാപിച്ചവരായി ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ സഹായിക്കണം. ഒരു വ്യക്തി പോലും ആമേൻ അഭിഷേകം പ്രാപിക്കാതെ ആ സഭയ്ക്കകത്തുണ്ടാകരുത്. മാനസാന്തരപ്പെടാത്തവരായി ആരും ഉണ്ടാകരുത്. അവൻ പാപ വഴികളെ വിട്ട് വീണ്ടും അതിലേക്ക് തിരിയുന്നവരായി ആരും ഉണ്ടാകരുത്. എല്ലാവരും ശുദ്ധന്മാരായി വേർപാടും വിശുദ്ധിയും പാലിക്കുന്നവരായി നിൽക്കുവാൻ സ്വർഗ്ഗപിതാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവ് അങ്ങനെ ചെയ്താട്ടെ. പ്രാർത്ഥന നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയരെ, ദർബാർ ഹാളിൽ കാഴ്ചക്കാർ ഒത്തിരി പേരുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും അധികം വിഷമിച്ചത് അവിടുത്തെ മന്ത്രവാദികളാണ്. കാരണം ആകെ ഉണ്ടായിരുന്ന സെറ്റപ്പ് മുഴുവൻ ആ വടിക്കാത്തായിരുന്നു. ഇല്ലേ? അതേ പ്രിയരെ, എന്നിൽ നിങ്ങളിലുള്ള ആത്മശക്തി പുറത്തു വരുമ്പോൾ ഒത്തിരി ആൾക്കാരുടെ പണി നഷ്ടപ്പെടും. ഒത്തിരി ആൾക്കാരുടെ ആമൻ അന്യായ ലാഭം നഷ്ടപ്പെടും. അവിടെയാണ് ദൈവശക്തി നാട്ടിൽ പരക്കുന്നത്. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.